സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം നേരിടുന്ന മേഖലകളെ മനുഷ്യ വന്യജീവി സൌഹൃദ മേഖലകളാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ആറളം ഫാമിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന മോഴയാനകളെ കുങ്കിയാനകളാക്കി മാറ്റുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ച് പഠിക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. കണ്ണൂർ ആറളം വന്യജീവി ഡിവിഷനുകളിലെ മനുഷ്യ വന്യജീവി സംഘർഷം നേരിടുന്നതിന് നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ആറളം വന്യജീവി സങ്കേതത്തിലെ വളയംചാലിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിലവിൽ ഫാം പ്രദേശത്ത് 76.5 കിലോമീറ്റർ ദൂരത്തിൽ വിവിധ തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് ഭാഗങ്ങളിൽ കൂടി പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട്. അതും പൂർത്തിയായാൽ പ്രദേശം പൂർണ്ണമായും സുരക്ഷിതമാക്കാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു. ഞങ്ങൾ ഓർക്കുന്നുണ്ടായിരുന്നു, 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആനമതി നിർമ്മാണം സ്തംഭിച്ചു. ആ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം മനുഷ്യതയെ 4 മെമ്പർമാരാണ് ഇവിടെ പറഞ്ഞത്. മിഷൻ ഫെൻസിംഗിന്റെ ഭാഗമായി കൊട്ടിയൂർ റേഞ്ചിലെ മണത്തണ കീഴ്പള്ളി സെക്ഷനുകളിൽ നബാർഡ് ട്രാഞ്ച് 28 ഉൾപ്പെടുത്തി നിർമ്മിച്ച 6.3 കിലോമീറ്റർ തൂക്കുവേലി, വനം ജീവനക്കാരുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കണ്ണവം തളിപ്പറമ്പ് റേഞ്ചുകളിൽ നിർമ്മിച്ച ബാരക്കുകൾ, ജില്ലയിൽ മനുഷ്യജീവി സംഘർഷം ആവർത്തിക്കപ്പെടുന്ന ആറളം, കൊട്ടിയൂർ, കേളകം, അയ്യൻകുന്ന്, മുഴക്കുന്ന്, കണിച്ചാർ, പയ്യാവൂർ പഞ്ചായത്തുകളിൽ ആദ്യഘട്ടമായി രൂപീകരിച്ച സന്നദ്ധ പ്രാഥമിക പ്രതികരണ സേനാംഗങ്ങൾക്കുള്ള ദ്വിദിന പരിശീലന പരിപാടിയുടെ സമാപനം എന്നിവയാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് ആറളം പുനരധിവാസ മേഖലയിലേക്കുള്ള ആറളം വന്യജീവി ഡിവിഷന്റെ സഞ്ചരിക്കുന്ന വായനശാലയുടെ ഫ്ളാഗ് ഓഫും മന്ത്രി നിർവഹിച്ചു. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. KP രാജേഷ്, അഡ്വക്കേറ്റ് സാജു സേവ്യർ, CT അനീഷ്, റോയ് നമ്പുടാകം, ആന്റണി സെബാസ്റ്റ്യൻ, കുര്യാച്ചൻ പയമ്പള്ളിക്കുന്നിൽ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.